ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ലഞ്ച് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും ഫുൾ തമിഴ് ലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. തമിഴ്നാട്ടിലുള്ള ലഞ്ചിൻ്റെ എല്ലാ റെസിപ്പീസും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പൊതുവേ ഇപ്പം ഞാനിങ്ങനെ തമിഴ്നാട്ടിലുള്ള റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഒരു ഫുൾ മീൽസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം ഇന്ന് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾക്ക് എന്തൊക്കെ പച്ചക്കറികളുണ്ടെന്നൊക്കെ ആദ്യം നോക്കിയിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. പിന്നെ ഞാനിപ്പോൾ എന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് വെളിയിലൊന്ന് വന്ന് ഇൻട്രോ എടുക്കാൻ വന്നതാണ്. ശരിക്കും നല്ല രസമുണ്ട്. ഇന്ന് അധികം തണുപ്പില്ല, എന്നാലും വെയിലും ഇല്ല കേട്ടോ, സൂര്യനും ഇല്ല. അങ്ങ് ഒരു മൂടിയ പോലെയാണ് നിൽക്കുന്നത്. പിന്നെന്താ, മരങ്ങളുടെയൊക്കെ അതേ കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചില്ല. അപ്പം ലഞ്ച് എന്തായാലും ഒരു ഇച്ചിരി വലിയ പണിയാണല്ലോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഫുൾ എല്ലാം തമിഴ് സ്റ്റൈലിൽ ചെയ്യണത് ആദ്യമായിട്ടാണ്. അതുവരെ ഇപ്പം ഒന്നോ രണ്ടോ കറികൾ വെക്കുമല്ലോ, അപ്പം അങ്ങനെ വെക്കുന്നല്ലാതെ മൊത്തത്തിൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെന്നൈയിലൊക്കെ ഇരിക്കുമ്പം വെക്കാറൊക്കെ ഉണ്ട്. അപ്പം അവിടെ മിക്കപ്പോഴും അങ്ങനെ അവിടുത്തെ കറികളൊക്കെ ആയിരിക്കും. ഇങ്ങനെ കാരക്കുഴമ്പ് അങ്ങനത്തെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ തമിഴ്നാട് സ്പെഷ്യലായിട്ടുള്ള, അതൊക്കെയാണ് സാധാരണ അവിടെ വെക്കാറുള്ളത്. പിന്നെ ഞാൻ പോയതിന് ശേഷമാണ് ശരിക്കും കേരള ഫുഡൊക്കെ വെക്കാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാവർക്കും കേരള ഫുഡും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പം ഇന്നെന്തായാലും ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ, ആ മരത്തിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളറായിട്ട് വരുന്നുണ്ട്, കളർ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഓറഞ്ച് കളറായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിലുള്ള ഈ മരത്തിൽ മൊത്തത്തിൽ വാടാൻ തുടങ്ങിയിട്ട്, അത് കളർ ചേഞ്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മരം അത്ര ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഇതിലൊക്കെ കണ്ടോ മഞ്ഞ ഇലകൾ വരാൻ തുടങ്ങി. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത് വാടാൻ തുടങ്ങിയിട്ടുണ്ട്, മൊത്തം വാടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളിരിക്ക, പിന്നെ തുളസിയും പുതിനയൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ വാടി തുടങ്ങിയല്ല. അപ്പം ഇങ്ങനെയാണ്. ഇനി ഇവിടെയൊക്കെ മൊത്തം ഇലകൾ വന്ന് കൊഴിഞ്ഞ് ഇരിക്കും. ഇനി ഇലകൾ അടിച്ചു വാരലായിരിക്കും അടുത്ത പണി എന്ന് പറയണത്. ശരിക്കും നിറയെ ഉണ്ടാവുമേ ഇലകളൊക്കെ കൊഴിഞ്ഞു വരുമ്പോൾ. പക്ഷെ പെട്ടെന്ന് ഇനിയിപ്പം എല്ലാം ചേഞ്ചായി പോകാൻ പോകുന്നത്. പക്ഷെ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ മടി കൂടുതലാണ്. ഉണ്ടോ, നല്ല രസമായിട്ട് എല്ലാം ഇങ്ങനെ കളർ ചേഞ്ചായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോൾ പച്ചയും കാണാം, കളർഫുള്ളായിട്ടുള്ളതും കാണാം. കേട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കായം കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ചെന്നൈയിൽ ഇങ്ങനെയാണ് അമ്മയൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ഈ കായ ഇച്ചിരി വലിയ മറ്റേ കഷ്ണം ഉണ്ടല്ലോ, പൊടിയല്ലാതെ ആ കായമാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ അതാകുമ്പം കുറച്ച് നല്ല മണമായിരിക്കും. പരിപ്പൊക്കെ വേവുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ലൊരു മണം വരും. അപ്പോൾ തന്നെ ഒരു സാമ്പാറിൻ്റെ മണമൊക്കെ വരും. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇനി നമ്മൾക്ക് ബാക്കി പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിപ്പം സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വഴുതിനങ്ങ ഉണ്ടല്ലോ, വഴുതിനങ്ങയും വെണ്ടയ്ക്കയും അതേപോലെ തന്നെ കുറച്ച് മുരിങ്ങക്കായും കൂടെ ഉണ്ട്. ഇത് 3ഉം കൂടെ ഇട്ടിട്ടാണ് സാമ്പാർ വെക്കാൻ പോകുന്നത്. അപ്പം പൊതുവേ തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പച്ചക്കറി മതി നമ്മൾക്ക് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലെ എന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളും കൂടെ ഇട്ടിട്ടല്ല ശരിക്കും അവിടെ സാമ്പാർ വെക്കാറുള്ളത്. ഇപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ക്യാരറ്റ് ഇട്ടിട്ട് അങ്ങനെ സാമ്പാർ വയ്ക്കും. പിന്നെ ബീൻസ് കൊണ്ട് സാമ്പാർ വയ്ക്കും, മാങ്ങ കൊണ്ട് സാമ്പാർ വയ്ക്കും. പിന്നെ അങ്ങനെ ഓരോരോ പച്ചക്കറികളുണ്ട്, അവരയ്ക്ക കൊണ്ടൊക്കെ സാമ്പാർ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത്. അത് ശരിക്കും മാങ്ങയും അവരയ്ക്കയും കൊണ്ടുള്ളൊരു സാമ്പാർ വയ്ക്കുവേ, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അവിടെ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിന്ന് എന്തായാലും കുറച്ച് വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടെ മുറിച്ചെടുക്കുകയാണ് സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക, പിന്നെ നമ്മുടെ ഫ്രോസൺ മുരിങ്ങയ്ക്ക ആണല്ലോ, അപ്പോൾ അത് ഓൾറെഡി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പം ഇനി അടുത്തത് കയ്പ്പയ്ക്ക നമ്മൾക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഒരുമിച്ച് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാവുമ്പം എളുപ്പമായല്ലോ. അപ്പം മുറിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം ഇത് ഞാനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നിറയെ എണ്ണയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കില്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ടിൽ കട്ട് ചെയ്യുമ്പം കാണാനും നല്ല രസം ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. കയ്പ്പയ്ക്ക് അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കോവയ്ക്കാണ് ചെയ്യാൻ പോകുന്നത്. കോവയ്ക്ക നമ്മൾ പൊരിയൽ എന്ന് പറയും, തമിഴിലൊക്കെ ഉപ്പേരിക്ക് പൊരിയൽ എന്നാണല്ലോ പറയുക. അപ്പം കോവയ്ക്ക പൊരിയൽ, അത് നമ്മൾ മെഴുക്കുവരട്ടി പോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനും ഇതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കോവയ്ക്ക എന്ന് പറയുമ്പം ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു കോവയ്ക്ക. പാലക്കാട് വീട്ടിൽ നിറയെ, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഒത്തിരി എന്ന് വെച്ചാൽ ശരിക്കും ഒരുപാടുണ്ടായിരുന്നു. അത്രയും എന്ന് വെച്ചാൽ കടയിലൊക്കെ കൊടുക്കുമായിരുന്നു, അത്രയും ഉണ്ട്. അപ്പം വീട്ടിലൊക്കെ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്നും കോവയ്ക്ക ആയിരിക്കും. ചപ്പാത്തിയുടെ കൂടെ കോവയ്ക്ക, ചോറിൻ്റെ കൂടെ കോവയ്ക്ക, ഫുൾ ടൈം കോവയ്ക്ക ആയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കറി വേണമെന്ന് പറയുമ്പോൾ വേഗം പോയിട്ട് ഞങ്ങൾ രാത്രിയാണെങ്കിൽ രാത്രി പോയിട്ട് ഇങ്ങനെ കോവയ്ക്കൊക്കെ പറിക്കും. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വള്ളിയിൽ നിൽക്കുമല്ലോ. അപ്പം പന്തലായിരുന്നു അത്, ശരിക്കും നല്ല പന്തലിട്ടിട്ടുള്ളൊരു കോവയ്ക്കായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കും. ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ഇടില്ല. അങ്ങനെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം കോവയ്ക്ക് കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഇത് ശരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്കാണ്, മറ്റേ പഴുത്തിട്ടൊന്നുമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ കോവയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ക്യാബേജ് പൊരിയൽ വയ്ക്കാനാണ്. ഇത് തേങ്ങ ഇട്ടിട്ടൊരു ഉപ്പേരി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ക്യാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഈ ഉപ്പേരികളിലൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ പാവയ്ക്കയിൽ വറുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇടണം. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്, ഒരിച്ചിരി ടേസ്റ്റ്, ഗരം മസാലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കടലമാവ് ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, കാരണം മിക്സ് ചെയ്യാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അപ്പം പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് പച്ചക്കറികളൊക്കെ ഇടണം. മുരിങ്ങക്കായും വഴുതനങ്ങയും ആദ്യം ഇടുക. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. വഴുതനങ്ങയും പിന്നെ മുരിങ്ങക്കായും കൂടിയിട്ടൊന്ന് വെന്തതിന് ശേഷം ഇതിലോട്ട് സാമ്പാർ പൊടിയാണ് ഇടുന്നത്. സാമ്പാർ പൊടി മാത്രമേ ഇടണുള്ളൂ, ഞാൻ വേറെ ഒന്നും ഇടണില്ല ഇതിൽ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാം കൂടെ ഉണ്ടാക്കുമ്പം പിന്നെ പെട്ടെന്ന് ആവും വേണമല്ലോ, അപ്പം അതുകൊണ്ട്. അതിന് ശേഷം പിന്നെ പുളിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പുളി നല്ല കറുപ്പ് പുളിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഇനി വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. സാധാരണ വെണ്ടയ്ക്ക വറുക്കാതെയാണ് കേട്ടോ അവിടെയൊക്കെ ഇടുന്നത്, പക്ഷെ ഞാനിപ്പോൾ എന്തായാലും വറുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം സാമ്പാറിലോട്ട് ഇടുക. പിന്നെ ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കടുക് താളിക്കൊന്നും ചെയ്യണില്ല, ഇങ്ങനെ തന്നെ ഇത്രയേ ഉള്ളൂ സാമ്പാർ. പിന്നെ നമ്മൾക്ക് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട് പിന്നീട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അതൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ആ സമയം കൊണ്ട് പിന്നെ നമ്മൾക്ക് ഇനി കാരക്കുഴമ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുണ്ടക്ക ഉണ്ടല്ലോ, അതിൻ്റെ വറ്റലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് കാരക്കുഴമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാധാരണ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു സുണ്ടക്ക കാരക്കുഴമ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടൊക്കെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ അതായിരിക്കും കിട്ടുക. അപ്പോൾ അത് ഞാൻ നല്ലെണ്ണയിലിട്ടാണ് വറുത്തെടുക്കുന്നത്. നല്ലെണ്ണയിലാണ് കാരക്കുഴമ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പം വറുത്തെടുത്തതിന് ശേഷം അതിലോട്ട് തന്നെ കുറച്ച് കടുകും ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളിയും കുഞ്ഞുള്ളി കുറച്ച് ഇച്ചിരി ഉള്ളൂ, അതുകൊണ്ട് വലിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് തിളച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അതവിടെ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുവാണ്. അപ്പം പിന്നെ ഇനി ഇതിലോട്ട്
കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കാരക്കുഴമ്പിൻ്റെ മസാലയായിട്ട് പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇടുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. മറ്റേ കാരക്കുഴമ്പിൻ്റെ പൊടിയില്ല എന്ന് വെച്ചാൽ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാലും മതി. ശരിക്കും ഏകദേശമൊക്കെ അതേ ടേസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം തക്കാളി കൂടെ ചേർക്കുകയാണ്. തക്കാളി ഒരു ചെറിയ സൈസിലുള്ള തക്കാളി അല്ലെങ്കിൽ മീഡിയം സൈസിൻ്റെ പകുതി ആയാലും മതി. അപ്പോൾ അത് എടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. അപ്പം ആ മസാലകളിൽ അത്ര കായത്തിൻ്റെ പൊടിയായിട്ട് ഫീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ഒരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം ഇത് ഞാൻ ഈ മറ്റേ ചുണ്ടക്കയുടെ വറ്റിലായതുകൊണ്ട് അത് ഇച്ചിരി കയ്പ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പം ചേർക്കണില്ല, ഏറ്റവും ലാസ്റ്റേ ചേർക്കണുള്ളൂ. വേറെ ഏതെങ്കിലും കാരക്കുഴമ്പാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം മുരിങ്ങക്കായാണോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അതൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിനി തിളച്ചോട്ടെ, അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് കുറുകിയിട്ട് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പാനിലോട്ട് എണ്ണ ഒഴിച്ചു. അതിനുശേഷം കടുകും പിന്നെ ഉഴുന്നുപരിപ്പ് ഇടുന്നുണ്ട്. നമ്മൾക്ക് അവിടുത്തെ കിട്ടുന്ന എല്ലാത്തിലും ഉഴുന്നുപരിപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും ഇട്ടു. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെ ക്യാബേജും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതൊരു പകുതി വേവാകുമ്പം ഉപ്പും കൂടെ ഇടണേ. അപ്പം ഇത് പകുതി വേവായതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇടാതെ നല്ല വെള്ള കളറിൽ ഹോട്ടലിലൊക്കെ കിട്ടും, അപ്പോൾ അതേപോലത്തെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പം ഇത് മൂടി വെച്ചതിന് ശേഷം അത്രേ ഉള്ളൂ. ക്യാബേജ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാബേജ് പൊരിയൽ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് അപ്പോഴത്തേക്കും നമ്മുടെ കാരക്കുഴമ്പ് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ അതേ മേളിലോട്ട് പാറി നിൽക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ഇതിലോട്ട് വറ്റൽ ചേർക്കാം. അപ്പം ഇത് ചേർത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ ഒന്നോ 2 മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചാൽ മതി. അതിനുശേഷം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും നല്ല കട്ടിയായിട്ട് വരുവേ. ഇത് നല്ല കട്ടിയാക്കി എടുക്കണം. വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇനി അടുത്തത് നമ്മൾക്ക് കോവയ്ക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാം, കോവയ്ക്ക പൊരിയൽ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. പിന്നെ കടുക് ഇടുക. അതിന് ശേഷം വെളുത്തുള്ളിയാണ് ഞാൻ ഇടുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ ഇടണുള്ളൂ. പിന്നെ സാധാരണ ഉള്ളി ഒന്നും അരിഞ്ഞിടണില്ല. അപ്പം വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് പിന്നെ കോവയ്ക്ക ഇടുക. കോവയ്ക്ക ഇട്ടതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രേ ഇടണുള്ളൂ. ഉപ്പും കൂടെ ഇട്ട് 3 സാധനങ്ങളേ ഉള്ളൂ. അതും കൂടെ ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂടി വയ്ക്കണമെങ്കിൽ മൂടി വയ്ക്കാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. ഇനി ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉഴുന്ന് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉഴുന്ന് അരച്ചതിന് ശേഷം അതിലോട്ട് ഉള്ളിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇടുകയാണ്. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുവാണ്. എന്തായാലും അവരുടെയൊക്കെ ആ ലഞ്ച് മീലിൽ ഉഴുന്നുവടയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ എന്തായാലും ഒന്ന് ഉണ്ടാക്കാം. ഇത്രയും എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ഉഴുന്നുവടയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തേ കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, കോവയ്ക്കയുടെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ എന്തായാലും ഒഴിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പപ്പടം കാച്ചിയെടുക്കുകയാണ് ആദ്യം. പപ്പടം കാച്ചിയതിന് ശേഷം പിന്നെ നമ്മുടെ മുളകുണ്ടല്ലോ, മുളകും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അതും നമ്മുടെ തമിഴ്നാട് ഡിഷിൽ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ തമിഴ്നാട് മീൽസിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ മോരുമുളക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇതൊക്കെ കാണുമ്പം ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഈ വറുക്കുന്ന മണമൊക്കെ കാണുമ്പം ശരിക്കും ഭയങ്കര എന്താ പറയുന്നത്, ചെന്നൈയിലെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഓർമ്മയാണ് വരുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ക്യാൻറ്റീനിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും മോരുമുളകിൻ്റെയും അതുപോലെ കാരക്കുഴമ്പിൻ്റെയും ഒക്കെ മണമായിരിക്കും, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മണമായിരിക്കും. നല്ല രസമാണ്. അപ്പം അതെല്ലാം വറുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഉഴുന്ന് വട ഉണ്ടാക്കി എടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഇടുന്നുള്ളത്. അപ്പോൾ ഇതും വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എണ്ണയിൽ നമ്മൾക്ക് നമ്മുടെ പാവയ്ക്ക നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ വറുത്തെടുക്കണം. അപ്പോൾ അത് അവസാനം വറുത്തെടുക്കുക, ഇല്ലെങ്കിൽ കയ്പ്പാവുമല്ലോ നമ്മുടെ എണ്ണയിലേക്ക്.
അപ്പോൾ ഇത് കണ്ടോ, കാരക്കുഴമ്പ് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, എന്നാലേ നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു എന്തുവായിരുന്നു ഇത്, കൈപ്പയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വെളുത്തുള്ളി ഞാൻ തോടോട് കൂടി തന്നെ ചതച്ചതും കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുക്കുക ചെയ്യണത്. ഇത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. നല്ല ഫ്രൈ ആയാൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളേ. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം വറുത്തെടുത്തു. അപ്പോൾ അത്രയേ ഉള്ളത്. ഞാൻ നേരത്തെ തന്നെ മറ്റേ പൊന്നിയരിയുടെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും വടയും സാമ്പാറും മുളകും കാരക്കുഴമ്പ്, പിന്നെന്താ കോവയ്ക്ക പൊരിയൽ, പിന്നെ ക്യാബേജിൻ്റെ പൊരിയലും നമ്മുടെ പാവയ്ക്കും തൈരും രസം ഞാൻ പിന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ രസം തന്നെയാണത്. അത് തലേദിവസം ഉണ്ടാക്കിയതിൻ്റെ ഇന്ന് ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ തൈര് നമ്മുടെ അവർക്ക് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ, അവസാനം തൈര് കൂട്ടി കഴിക്കുന്നതും അതുപോലെ തന്നെ രസം ഒഴിച്ചിട്ടൊക്കെ കഴിക്കുന്നത്. അപ്പം അത്രയാണ് നമ്മുടെ ലഞ്ച് എന്ന് പറയണത്. നല്ല ഒരു ഇച്ചിരി പണിയായിരുന്നു ശരിക്കും, ഒരു ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു തമിഴ്നാട് ലഞ്ച് എന്ന് പറയണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കാം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാം നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ സംഭവത്തിനും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഇഷ്ടമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും എല്ലാവരും വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ ഒരേപോലത്തെ ലഞ്ച് കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വ്യത്യാസമായിരിക്കും. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വ്ളോഗിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.